1966 ജനിച്ച വിജി എന്ന് പറയുന്ന ഒരു നടി. മോഹൻലാലിൻ്റെ ഉയരങ്ങളിലൊക്കെ അഭിനയിച്ച കുറേ മോഹൻലാലിൻ്റെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അഭിനയിച്ചുകൊണ്ട് തമിഴിലാണ്. എന്നാലും ആ നിഷ്കളങ്കമായുള്ള മുഖം, ആ ചിരി നമുക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ആ നടി തൂങ്ങി മരിച്ചു. അതിനുള്ള കാരണങ്ങളിലേക്കാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. ഭയങ്കര ദുരന്ത ജീവിതത്തിൽ അവസാനിച്ചൊരു നടിയാണത്. അപ്പോൾ 1982 കോഴി കൂവുന്നു എന്ന് പറഞ്ഞുള്ള ആദ്യ സിനിമയിൽ വരുന്നത്. അതും 16 വയസ്സിൽ. ആ സിനിമ 300 ദിവസം കളിച്ചു നമ്മുടെ തമിഴ്നാട്ടിൽ. അപ്പോൾ ആദ്യ ചിത്രത്തിൽ തന്നെ സൂപ്പർ നടിയായിട്ട് വളർന്നൊരു നടിന് വിജി. അതുപോലെ തന്നെ രജനീകാന്ത്, കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ ഇവർ കൂടെയൊക്കെ അഭിനയിച്ചു. 1990 ചാൻസ് കുറച്ച് കുറഞ്ഞത്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ നമ്മുടെ വിജയകാന്തിൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ട് ഒരു ഗാനരംഗത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നടിക്ക് തണ്ടൽ വേദന വന്നു. ആ തണ്ടൽ വേദന വന്നിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ആശുപത്രിക്കാർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അത്ര ഗുരുതരമായിട്ടുള്ളൊരു ഒരു പ്രശ്നമാണ് നട്ടലിന് പറ്റിയതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്തിട്ട് എന്തുണ്ടായി? ഓപ്പറേഷൻ സക്സസ് ആയില്ല. അത് ഡോക്ടർമാരെ കൈപ്പട കാരണം ഈ നടിക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എന്തുണ്ടായി? ഈ ഹോസ്പിറ്റലിൽ പേര് കേസ് കൊടുത്തു. കേസ് നടത്തി സത്യമാണെന്ന് കോടതിക്ക് മനസ്സിലായി. 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടി. അത് കഴിഞ്ഞ് 1990 പിന്നെ അസുഖമൊക്കെ മാറി വന്നോട് കൂടിയിട്ട് ചാൻസുകൾ കുറഞ്ഞു. വിജയനെ എല്ലാവരും തടഞ്ഞു. പലതിന് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാണെന്നുള്ളതിൽ കുറച്ച് നാളിങ്ങനെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയി മാറുമ്പോൾ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല സ്ത്രീകൾക്ക്. അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ എന്തുണ്ടായി? മിനി സ്ക്രീനിലേക്ക് അഭിനയം തുടങ്ങി. സിനിമയില്ലെങ്കിൽ പിന്നെ മിനി സ്ക്രീനിൽ ജീവിക്കണ്ടേ? കിട്ടിയ കാശൊക്കെ ചികിത്സയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലവായി. അതിന് മിനി സ്ക്രീനിൽ അഭിനയിച്ചു തുടങ്ങി. കുറേ സീരിയലിൽ അഭിനയിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് മിനി സ്ക്രീനിലെ രമേഷ് എന്ന് പറഞ്ഞുള്ളൊരു ക്യാമറമാനായിട്ട് പ്രണയമാവണത്. ഭയങ്കര സ്നേഹമായി. അങ്ങനെ സർവ്വം അദ്ദേഹത്തിന് കാഴ്ചവെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം രമേശിൻ്റെ നിന്ന് പുറത്തു വന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കല്യാണം കഴിച്ച് കുട്ടികളുള്ളൊരു വ്യക്തിയാണ്. ചതിക്കുകയായിരുന്നു വിജയനെ. ഈ പ്രേമം മൂപ്പർക്ക് സഹിച്ചില്ല. ഇത് പൊളിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഇനി ജീവിച്ചിരിക്കുന്ന എന്തിന്? ഇതുപോലെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമുണ്ട് എന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കുക ചെയ്തത്. ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചു. ഞാൻ മരിക്കുന്നതിൻ്റെ കാരണം ഈ രമേശിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. അപ്പം അന്ന് ഈ രമേശും കാര്യങ്ങളൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ പറഞ്ഞവൾക്ക് അസുഖമായി കാരണമാണ് മരിച്ചത്. ഒരുപാട് മാറാ അസുഖങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാരക രോഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് അന്ന് പത്രത്തിലൊക്കെ വന്നു. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തോടുകൂടിയിട്ട് അതെല്ലാം നുണയാണെന്ന് മനസ്സിലായി. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രേമനൈരാശ്യമാണ് എന്നെ ഈ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. അതിന് കാരണം രമേശിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോലീസ് രമേശിൻ്റെ ഭാര്യനെയും അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അവരും ശിക്ഷ അനുഭവിച്ചു. പക്ഷെ എന്ത് ചെയ്യാം? നല്ലൊരു നടി നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം നമ്മളിത് അത്രയും വിശദമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും രോഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മൾക്ക് അവർ സർജറി പറഞ്ഞാൽ നമ്മൾ ആ സർജറി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ജോലിയിലേക്കൊക്കെ തിരിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളവിടെ അവരെ വിശ്വസിച്ച് അവരെ ഓപ്പറേഷൻ ടേബിളിൻ്റെ മുകളിൽ കിടന്നു കൊടുക്കും. അവർ പഠിച്ചതൊന്ന് ചെയ്യുന്നതൊന്ന്. എന്തെങ്കിലുമൊക്കെ അബദ്ധം ചെയ്താൽ പിന്നെ നമ്മുടെ ആ ജീവിതം നമ്മുടെ അങ്ങോട്ട് പോയി. അതുപോലെ ഒരുപാട് ആൾക്കാരെ ഡോക്ടർമാരെ കയ്യബദ്ധം കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സർജറിയോ കാര്യങ്ങളൊക്കെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായുള്ള രീതി പോലെ നമ്മൾ ഇനിയിപ്പോൾ ഒരു സർജറി ഇല്ലാണ്ട് തന്നെ ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കാലം ജീവിച്ചാൽ മതി. അത് മരുന്ന് വെച്ചിട്ട് മരിച്ചു പോകണമെങ്കിൽ ആ സമയത്ത് മരിച്ചു പോകട്ടെ എന്ന് വിചാരിക്കണം. ഒരു സർജറിക്കും ഒരു ഡോക്ടറെ അടുത്തും കിടന്നു കൊടുക്കാണ്ടിരിക്കുക. അതാണ് ഇന്നത്തെ കാലത്ത് നല്ലത്. അതാണ് ഈ വിജിയുടെ മരണം നമ്മളെ ഇപ്പോൾ ഈ 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം അപ്പോളോ ഹോസ്പിറ്റലിൽ കൊടുക്കാനും അത് കഴിഞ്ഞിട്ട് ഇവളുടെ ഫീൽഡിൽ നിന്ന് ഔട്ടാവാനും അത് കഴിഞ്ഞിട്ട് ഈ ആത്മഹത്യയിലേക്കും വഴി തെളിച്ചത് അതൊക്കെ തന്നെയാണ്. എന്തായാലും ആ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. ഇനി ഇത്തരം അനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ.